ഹായ് എവരിവൺ, വെൽക്കം ടു ബിനസ് ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സെന്റൻസുകൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാട്ടോ. ഒത്തിരി പേര് നമ്മുടെ സീരീസ് കഴിഞ്ഞിട്ട് ഈ പ്രാക്ടീസ് ക്ലാസ്സുകൾ കാണുന്നവരുണ്ട് അല്ലെ. നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഇപ്പോൾ 30 days ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാണ്, മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു 50 days ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ജോയിൻ ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഫസ്റ്റ് മുതൽ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന 25 സെന്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സീരീസ് ചെയ്ത് കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന കുറെ സെന്റൻസുകളാട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെന്ന് കൂടി നോക്കണം. അതുപോലെ തന്നെ പുതിയ ആളുകൾക്കായാലും സെന്റൻസ് വൈസ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 500 സെന്റൻസുകൾ നമ്മളിപ്പോ പഠിച്ചു തീരും. അപ്പൊ ഇന്ന് നമ്മുടെ 13ാമത്തെ ക്ലാസ് ആയിട്ടുണ്ട് അല്ലെ. ഇത് ഫോളോ ചെയ്യുന്നവർക്കും വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന സെന്റൻസുകളാട്ടോ. ആദ്യം തന്നെ സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന 10 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്തുണ്ട് വിശേഷം? വാട്സപ്പ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക അല്ലെ. എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാനായിട്ട് ഹിന്ദിയിൽ എങ്ങനെയാണ്? ക്യാ ഹാലേ, ക്യാ ഹാലേ, ക്യാ ഹാലേ എന്ന് ചോദിച്ചാൽ മതി. എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, അത്രേ ഉള്ളൂ. ക്യാ ഹാലേ. ഇനി എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ ഓടിച്ചു ചോദിക്കല്ലേ, എന്താ കാര്യം? പ്രശ്നം തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും മാറ്റർ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എന്താ കാര്യം എന്ന് ചോദിക്കും അല്ലെ. അവിടെ എന്താണ് കാര്യം എന്ന് ചോദിക്കാനാണെങ്കിൽ ക്യാ ബാത്ത്, ക്യാ ബാത്ത്. ഓർമ്മ വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിച്ചാട്ടോ. ക്യാ ബാത്ത് എന്ന് വെച്ചാൽ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന. ഇനി അതല്ലെങ്കിൽ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. എങ്ങനെ പോകുന്നു എങ്ങനെയാണ് ചോദിക്കണ്ടേ? കേസാ ചൽ രഹാ ഹൈ, കേസാ ചൽ രഹാ ഹൈ. അവിടെ ചൽ രഹാ ഹൈ എന്നുള്ളതിന് ഷോർട്ട് ചെയ്ത് കേസാ ചൽ റേ എന്ന് ചോദിച്ചാൽ മതി ട്ടാ. കേസാ ചൽ റേ എന്ന് ചോദിച്ചാൽ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്ന. ഹാ സബ് കുച്ച് ടീക് ചൽ റേ അല്ലെ, എല്ലാം നന്നായി പോകുന്നു. ടീക് ചൽ റേ എന്നാണ് അതിന്റെ മറുപടി പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി താങ്കൾക്ക് സുഖമാണോ? ഇതെല്ലാം നമ്മൾ ഒരാളോട് ചോദിക്കുന്ന കാര്യങ്ങളല്ലേ. പല രീതിയിൽ പല ആൾക്കാരും ചോദിക്കും അല്ലെ. എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെ പോകുന്നു, സുഖമാണോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞ കേട്ടോ. താങ്കൾക്ക് സുഖമാണോ എങ്ങനെ ചോദിക്കുക? ആ കേസേ, ഹേ എന്നും ചോദിക്കാം, ഹോ എന്നും ചോദിക്കാം കേട്ടോ. ഗ്രാമർ പ്രകാരം ഹേ ആണെങ്കിലും ഹോ ചോദിക്കാം, അത് മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം, പക്ഷെ കൂടുതലായിട്ടും ആപ് കൈസേ ഹോ എന്നാണ് ചോദിക്കുക. ആപ് കൈസേ ഹോ. ഓക്കെ, ഇനി നീ ഹാപ്പി ആണോ എന്നെങ്ങനെ ചോദിക്കുക? നീ ഹാപ്പി ആണോ? നീ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും തു യൂസ് ചെയ്യണ്ട കേട്ടോ. തും, ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്ത് ആപ്പ് യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. നീ ഹാപ്പി ആണോ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ക്യാ തും ഖുഷ് ഹോ എന്ന് ചോദിച്ചാൽ മതി. അവിടെ ക്യാ ഇല്ലെങ്കിൽ തും ഖുഷ് ഹോ എന്ന് ചോദിക്കുമ്പോഴും ക്വസ്റ്റ്യൻ ടോൺ തന്നെയാണ് അല്ലേ അത്. നീ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്ന ക്യാ തും ഖുഷ് ഹോ. അതല്ല, നീ തയ്യാറാണോ എന്നാണെങ്കിലോ, നീ തയ്യാറാണോ? ക്യാ തും തയ്യാറോ, ക്യാ തും തയ്യാർ ഹോ. നീ തയ്യാറാണോ? ക്യാ തും തയ്യാർ ഹോ എന്നാണ് ചോദിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ എന്ത് പറ്റി എന്നെങ്ങനെ ചോദിക്കുക? ഇതെല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സീരീസ് അറ്റൻഡ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ അതല്ലാത്തൊരു ഇത് കേട്ട് പഠിക്കാം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കണം കേട്ടോ. ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിക്കാനായിട്ട് ക്യാ ഹുവ, ക്യാ ഹുവ എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്. നമ്മളൊരു ഫ്രണ്ടിനോട് ചോദിക്കുക, നീ എപ്പോ വീട്ടിൽ പോകും? ഓഫീസിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ വെളിയിലോ എവിടെ ആയിക്കോട്ടെ, നീ എപ്പോൾ വീട്ടിൽ പോകും എന്ന് ചോദിക്കാനായിട്ട് എങ്ങനെയാണ്? തും കബ് എപ്പോൾ വീട്ടിൽ ഗർ ജാവോഗെ, തും കബ് ഗർ ജാവോഗെ. നീ എപ്പോ വീട്ടിൽ പോകും? തും കബ് ഗർ ജാവോഗെ എന്നാ ചോദിക്കേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് എവിടെ മീറ്റ് ചെയ്യാം എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. എവിടെ മീറ്റ് ചെയ്യും? കഹാ മിലോഗെ, കഹാ മിലോഗെ എന്നാണ് ചോദിക്കേണ്ടത്. കഹാ മിലോഗെ, എവിടെ മീറ്റ് ചെയ്യും എന്ന് ചോദിക്കുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്തിരി കൂടി സ്പീഡിൽ പറയുന്നത്. ഓക്കെ, ഇനി അവിടെ നിന്ന് ഒരാൾ വരുമ്പോൾ നമ്മൾ ചോദിക്കണ്ടേ, അത് ആരാ വരുന്നത്? അത് ആരാണ് വരുന്നത് എങ്ങനെ ചോദിക്കണ്ടേ? ഓ കോൻ ആ രഹാ ഹൈ, കോൻ ആ രഹാ ഹൈ എന്നുള്ളതാണ് കേട്ടോ. ഓ കോൻ ആ രഹാ ഹൈ, അത് ആരാണ് വരുന്നത്. ഇനി അതിന് ഷോർട്ട് ചെയ്ത് എങ്ങനെ ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കോൻ ആരേ, ഓ കോൻ ആരേ, കോൻ ആരേ
ആരാണ് വരുന്നത് എന്ന് ചോദിക്കുന്ന ആ രഹേ എന്നുള്ളത് ചോദിച്ച് നിർത്താൻ പറ്റും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ കോൻ ആ രഹാ ഹേ എന്നൊക്കെ നീട്ടി വലിച്ച് ചോദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഓ കോൻ ആരേ എന്ന് ചോദിച്ചാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കിയേ. ഇനി അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വന്നിരിക്കുന്ന കുറെ സെന്റൻസുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറയാനായിട്ട് അവൻ തീർച്ചയായും വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എനിക്ക് അങ്ങനെ തോന്നുന്നു, ഐ തിങ്ക് സോ എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ എങ്ങനെയാ പറയണ്ടേ? മുജെ ഐസ ലഗ്താ ഹെ, മുജെ ഐസ ലഗ്താ ഹെ. കി എന്താണ്, എന്താ തോന്നുന്നേ? അവൻ എന്തായാലും വരും അല്ലെ, തീർച്ചയായും വരും. ഓ പക്ക ആയേക, തീർച്ചയായും അല്ലെങ്കിൽ ഉറപ്പായും എന്ന് പറയുന്ന കേട്ടോ, പക്ക. അതല്ലെങ്കിൽ ജറൂർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഓ ജറൂർ ആയേക, അവൻ തീർച്ചയായും വരും എന്ന് പറയുന്ന മുജെ ഐസ ലഗ്താ ഹെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇനി അതുപോലെ തന്നെ നോ പ്രോബ്ലം എന്ന് പറയാനായിട്ട് സാരമില്ല അല്ലെ, അതിനെ ഹിന്ദിയിൽ പറയുന്നത് കൊയ് ബാത് നെയ്, കൊയ് ബാത് നെയ്, കൊയ് ബാത് നെയ്, സാരമില്ല, നോ പ്രോബ്ലം എന്ന് പറയുന്ന. അതുപോലെ ഞാൻ അവിടെ പോകും എന്ന സെന്റൻസിനെ എങ്ങനെ ഹിന്ദിയിൽ പറയാം? ഞാൻ അവിടെ പോകും. ഞാൻ മേ അവിടെ, വഹാം അല്ലെങ്കിൽ ഉദർ, പോകും. ഞാനായതുകൊണ്ട് ഊങ്ക സൗണ്ട് അല്ലെ, മേ വഹാം ജാവൂങ്ക അല്ലെങ്കിൽ ജാവൂങ്കി. സ്ത്രീ ആണെങ്കിൽ ജാവൂങ്കി, പുരുഷനാണെങ്കിൽ ജാവൂങ്ക. മേ വഹാം ജാവൂങ്ക, ഞാൻ അവിടെ പോകുമെന്ന് പറയുന്ന. ഓക്കെ. ഇനി അതുപോലെ ഞാനൊരു കാര്യം മറന്നുപോയി എന്ന് പറയാനായിട്ട് കേട്ടോ, ഞാൻ മറന്നുപോയി എങ്ങനെ പറയാ? മേ മറക്കുക എന്ന് പറയുന്ന വേർഡാണ് ഭൂൽന. അപ്പൊ മേ ഭൂൽ ഗയ, മേ ഭൂൽ ഗയ, ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന. അപ്പൊ അപ്പുറത്തിരിക്കുന്ന വ്യക്തി എന്താ പറയാ? നീ എപ്പോഴും മറക്കും. തും ഹമേശ ഭൂൽ ജാത്തെ ഹോ, തും ഹമേശ ഭൂൽ ജാത്തെ ഹോ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴും മറക്കും എന്ന് പറയുന്ന. ക്ലിയർ ആയോ? മേ ഭൂൽ ഗയ അല്ലെങ്കിൽ മേ ഭൂൽ ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. തും ഹമേശ, ഹമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, ഭൂൽ ജാത്തെ ഹോ നീ എപ്പോഴും മറക്കും എന്ന് പറയുന്ന സെന്റൻസ് ആണോ. ഇനി ഞാൻ തിരക്കിലാണ് എങ്ങനെയാ പറയേണ്ടത്? ഞാൻ തിരക്കിലാണ്, ഐ എം ബിസി അല്ലെ, മേ വ്യസ്ത് ഹൂ, മേ വ്യസ്ത് ഹൂ. ഓക്കെ, മേ വ്യസ്ത് ഹൂ. ഞാൻ ഈ 3 പ്രാവശ്യം പറയുന്നത് എനിക്ക് കമന്റിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 3 പ്രാവശ്യമെങ്കിലും പറയണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സെന്റൻസും 3 പ്രാവശ്യമായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, മേ വ്യസ്ത് ഹൂ എന്ന് പറഞ്ഞാൽ ഞാൻ തിരക്കിലാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയാനായിട്ട് ഞാനിവിടെ എത്തിച്ചേർന്നു എങ്ങനെയാണ്? എത്തിച്ചേരുക എന്ന് പറയുന്ന വേർഡ് ഏതാണ്? പഹൂഞ്ചിന, പഹൂഞ്ചിന. ഓക്കെ, മേ യഹാം പഹൂഞ്ച് ഗയ, മേ യഹാം പഹൂഞ്ച് ഗയ. ഞാനിവിടെ എത്തിച്ചേർന്നു, എത്തി എന്ന് പറയുന്നതാ മേ യഹാം പഹൂഞ്ച് ഗയ. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ട് നമ്മൾ സോറി ചോദിക്കുക അല്ലെ, സോറി ചോദിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോറി എങ്ങനെ ചോദിക്കുക? എന്നോട് ക്ഷമിച്ചാലും എന്ന് നമ്മൾ പറയാം അല്ലെ. സോറി എന്ന് പറയാനായിട്ട് മുജെ മാഫ് കീജിയെ, മുജെ മാഫ് കീജിയെ എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിച്ചാലും എന്ന് പറയുന്ന. ഇനി അടുത്ത സെന്റൻസ്, അവൻ എന്നെ വിളിച്ചു അല്ലെങ്കിൽ അവൾ എന്നെ വിളിച്ചു എന്ന് പറയാനായിട്ട് എങ്ങനെയാ പറയണ്ടേ? വിളിച്ചു എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പൊ വിളിക്കുക എന്നുള്ള വേർഡ് ഏതാണ്? ബുലാന. ഉസ്നെ മുജെ ബുലായ, ഉസ്നെ മുജെ ബുലായ. അവനെ ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിക്കോ എന്തോ ആയിക്കോട്ടെ, അവനെന്നെ വിളിച്ചു, ഉസ്നെ മുജെ ഭുലായ. അല്ലെങ്കിൽ അവൾ എന്നെ വിളിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഉസ്നെ മുജെ ഭുലായ എന്നാ പറയാ. ഇനി അതുപോലെ എനിക്ക് കുറച്ച് ജോലിയുണ്ട് എങ്ങനെയാ പറയണ്ടേ? എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഇപ്പൊ നമ്മൾ പറയത്തില്ല, അയാടെ എനിക്ക് കുറച്ച് ജോലിയുണ്ട്, എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല അല്ലെ. അത് പറയാനായിട്ട് കേട്ടോ, മുജെ കുച്ച് കാം ഹെ, മുജെ കുറച്ച്, കുച്ച് കാം ഹെ എന്ന് പറഞ്ഞാൽ കാം എന്ന് പറഞ്ഞാൽ ജോലി. എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറയുന്നതാ. ഇനി അതുപോലെ എനിക്കിത് ഇഷ്ടമാണ് എന്ന് പറയാനായിട്ട് ഇതെനിക്ക് ഇഷ്ടാ എങ്ങനെ പറയാ? ഏ മുജെ പസന്ത് ഹെ, ഏ മുജെ പസന്ത് ഹെ, ഇതെനിക്ക് ഇഷ്ടമാണ്. ഇതെനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഏ മുജെ നഹി പസന്ത് ഹെ, പസന്ത് നഹി ഹെ. രണ്ടും പറയാം കേട്ടോ. രണ്ടും പറഞ്ഞാലും അങ്ങോട്ടും നഹി തിരിച്ചിട്ടൊന്നേ ഉള്ളൂ കേട്ടോ. മുജെ പസന്ത് നഹി ഹെ, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയുന്നതാ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ നോർമലായിട്ട് പറയും അല്ലെ, അവനെ ഒന്ന് കോൾ ചെയ്യൂ, അവനെ കോൾ ചെയ്യൂ അല്ലെങ്കിൽ ഫോൺ ചെയ്യൂ എന്ന് പറയാനായിട്ട് ഉസെ ഫോൺ കരോ അല്ലെങ്കിൽ കോൾ കരോ, ഉസെ ഫോൺ കരോ, ഉസെ കോൾ കരോ. അവനെ ഫോൺ ചെയ്യൂ. അവിടെ വിളിക്കൂ എന്ന് പറയാനാണെങ്കിൽ ഉസെ ബുലാവോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ബുലാന എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വിളിക്കത്തില്ല, അതിനെയാണ്
അതല്ല ഫോൺ ചെയ്യുക, കോൾ ചെയ്യുക എന്നൊക്കെ പറയാനായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഉസേ കോൾ കരോ, കോൾ കരോ, ഫോൺ കരോ എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. അവനൊന്ന് ഫോൺ ചെയ്യും. ഇനി അവൻ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറയണെങ്കിൽ എങ്ങനെ പറയണ്ടേ? വോ ഫോൺ നഹി ഉട്ടാറെ, നഹി ഉട്ടാറെ, നഹി ഉട്ടാറെ. ഉട്ടാന എന്ന് പറഞ്ഞ എടുക്കുക. അപ്പൊ അവിടെ നഹി കൂട്ടി പറഞ്ഞപ്പോ നഹി ഉട്ടാറെ, അവൻ എടുക്കുന്നില്ല എന്ന് പറയുന്നതാ. വോ ഫോൺ നഹി ഉട്ടാറെ. ഇനി ലാസ്റ്റ് സെന്റൻസ് കേട്ടോ. ഇത് വളരെ ഈസിയാണ്. എങ്ങനെയാ പറയാ? ഇത് വളരെ ഈസിയാണ്. എങ്ങനെയാ? യേ ബഹുത് ആസാൻ ഹൈ, യേ ബഹുത് ആസാൻ ഹൈ. ഈസി എന്ന് പറയുന്നത് ആസാൻ. അപ്പൊ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എങ്ങനെയാ? ഇത് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് അല്ലെ. യേ ബഹുത് മുഷ്കിൽ ഹെ, യേ ബഹുത് മുഷ്കിൽ ഹെ. മുഷ്കിൽ അല്ലെങ്കിൽ ആസാൻ. കഠിൻ എന്ന് പറയാം. കഠിൻ എന്ന് പറയുന്നതും പ്രയാസം എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. കഠിനെ എന്നും പറയും കേട്ടോ. അപ്പൊ യേ ബഹുത് ആസാൻ ഹെ, ഇത് വളരെ ഈസിയാണ്. യേ ബഹുത് മുഷ്കിൽ ഹെ, ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ആസാൻ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി അല്ലെ. യേ ബഹുത് ആസാൻ ഹെ, ഇത് വളരെ ഈസിയാണ്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല അല്ലെ ഹിന്ദി സംസാരിക്കുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് കൊണ്ടുവന്നത് വേറൊന്നും കൊണ്ടല്ല, ഒത്തിരി പേര് മെമ്പേഴ്സ് ഓൺലൈന്ന് നമ്മുടെ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാട്ടോ. നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിൽ സംസാരിച്ചുകൊണ്ടല്ലേ. 25 സെന്റൻസ് വെച്ച് നമ്മൾ 20 ഡേയ്സ് ക്ലാസ്സുകൾ വെക്കുമ്പോൾ തന്നെ 500 സെന്റൻസുകളാവും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിയും. പക്ഷെ നമ്മൾ സീരീസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവരെ സംബന്ധിച്ച് ഇത് വലിയൊരു റിവിഷൻ ക്ലാസ്സുകളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അറിഞ്ഞുകൊണ്ടാട്ടോ ഞാൻ അവർക്കും കൂടി വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. സിറ്റുവേഷൻസ് ഒന്നല്ല നമ്മൾ സംസാരിച്ച, ഒത്തിരി ഇവർ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ സെന്റൻസുകളാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇനിയും നമുക്ക് പല സിറ്റുവേഷൻസും അതുപോലെ ഒത്തിരി പ്രാക്ടീസ് ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് കാണാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതുതായിട്ട് ആരെയും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് 59 റുപ്പീസിന് സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മളോടൊപ്പം മുന്നോട്ട് പോകാത്ത ക്ലാസ്സുകളായിട്ട് 50 ക്ലാസ്സുകളാണ് ഇടുന്നത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.